ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെൻ ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഒരു വലിയ നോമ്പിന്റെ കാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർക്ക് യേശു നൽകുന്ന വലിയൊരു വാഗ്ദത്തമാണ് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. നോമ്പ് കാലം ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള സമയം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ നോമ്പിനെ പറ്റി ഇപ്രകാരം പറയുകയുണ്ടായി: നോമ്പ് എന്നത് ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കലല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിലെ സ്വാർത്ഥതയും അഹങ്കാരവും വെടിഞ്ഞ് ദൈവത്തെങ്കിലേക്കും മറ്റുള്ളവരിലേക്കും ഒരു തിരിച്ചുവരവ്. നോമ്പെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മാംസാഹാരങ്ങൾ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക, ഇതൊക്കെയാണ്. എന്നാൽ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉപവാസം കൊണ്ട് വയറിന് ലഭിക്കുന്ന വിശ്രമത്തേക്കാൾ പ്രധാനം നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്താതിരിക്കലാണ്. മറ്റുള്ളവരുടെ വേദനകൾ കണ്ടില്ല എന്നടിക്കുന്ന ഈ ആധുനിക ലോകത്ത് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരുടെ കണ്ണുനീര് കാണുവാനും അവർക്കൊരു തണലാകുവാനും ഈ നോമ്പുകാലം നമുക്കിടയാകണം. നമ്മുടെ ഉള്ളിലെ വിമർശനങ്ങളിൽ നിന്ന് ഉപവസിച്ച് സ്നേഹം പകരുവാനും വാശികളിൽ നിന്ന് ഉപവസിച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുവാനും നമുക്ക് സാധ്യമായി തീരണം. ക്രൂശിലെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ധ്യാനിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ ഒരംശമെങ്കിലും ലോകത്തിന് പകരുവാൻ നമുക്കിടയാകണം. പുറമേയുള്ള മാറ്റങ്ങളല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു പരിവർത്തനമാണ് ഈ നോമ്പുകാലം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ് യഥാർത്ഥ അനുതാപം. ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയങ്ങളും അപ്രകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.